നമസ്കാരം, നന്ദകുമാറാണ്. നമസ്കാരം. നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഇന്നേ വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം ഇന്റർവ്യൂ ആണ്. താങ്കളുടെ പേര് ചന്ദ്രൻ അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ചന്ദ്രൻ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇതുവരെ കല്യാണം കഴിക്കാത്തത്? കല്യാണം കഴിക്കാൻ എനിക്ക് മനസ്സിലായി. അത് ശരി. കല്യാണം ഏതിനും ഒരു മനസ്സുണ്ട്. അപ്പൊ ഒരു ഭാര്യയായിട്ട് ജീവിക്കുന്നതാണോ അടിപൊളി, ഒറ്റക്ക് ജീവിക്കുന്നതാണോ? ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ലേ. ഭാര്യയാകുമ്പോ പാരായി ലക്ഷക്കണക്കിന് രൂപ വേണം കൈ. അപ്പൊ അതിനെപ്പറ്റി അറിയാവുന്നതല്ലേ? ഇല്ല, എനിക്കറിയത്തില്ല. നമ്മൾ രൂപ കൈ വേണം ഭാര്യയും കുടുംബമായിട്ട് ജീവിക്കണമെങ്കിൽ. ഇതാകുമ്പോ അത് വേണ്ട. അഗതിയല്ലേ നമ്മള്. ആണല്ലേ. നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ഇല്ല. ഇല്ല. കള്ളു കുടിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ ജോലി? ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ജോലിയും നോക്കി മേലാഴികക്ക് മുമ്പ് എന്തായിരുന്നു ജോലി? ജോലി തന്നെയായിരുന്നു. എന്തായിരുന്നു ജോലി? സകല കലാവല്ലഭന ഡാൻസ് ഉണ്ടായിരുന്നു, തെങ്ങേറ്റം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ എല്ലാ സകല പണിയും ചെയ്യുമായിരുന്നു. ഷാപ്പിൽ നിങ്ങൾക്ക് പറ്റുണ്ടായിരുന്നു കേൾക്കാറുണ്ടായിരുന്നല്ലോ. ഒരു പറ്റുമില്ല, ആർക്കും ഒന്നും കൊടുക്കാനില്ല. ഇങ്ങനെ കിട്ടാനേ കടവില്ല. സർക്കാർ കടവില്ല. ജീവിതത്തിൽ കടവേ ഇല്ല. ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. ആണല്ലേ. ഇങ്ങോട്ട് കിട്ടാനുണ്ട്. പെൻഷൻ കിട്ടിയില്ല. പെൻഷൻ മാസാമാസം തരാന്നാണ് പറഞ്ഞിരിക്കണത്. ഇപ്പൊ കിട്ടിയ ഉപകാരമില്ല. ഇതേവരെ കിട്ടിയില്ലേ? എവിടെ കിട്ടാൻ? അതെന്തായിരിക്കും അവര് തരാത്തത്? അവർക്ക് തോന്നുമ്പോഴല്ലേ ഉണ്ട് അന്നത് ആണ്. അപ്പൊ ഇന്നവരെ പ്രണയം പോലും ഉണ്ടായിട്ടില്ലെന്നാണ്? ഇല്ല. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ 5 വർഷമായി. ഭാര്യയും മക്കളൊക്കെ മരിച്ചു പോയി. അയ്യോ. അപ്പൊ ഭാര്യ ഇല്ലായിരുന്നു പറഞ്ഞു? ഭാര്യ ഉണ്ടായിരുന്നു നേരത്തെ. പണ്ടാണ്. 36-37 കൊല്ലത്തിന് മുമ്പ്. അതിനപ്പോ തേപ്പ് കിട്ടിയതാണ് അല്ലെ? അതല്ല, അവള് കള്ളക്കേസ് കൊടുത്ത് ജയിലിൽ കയറ്റി. ജയിലിലൊക്കെ പോയിട്ടുണ്ട്? ജയിലിൽ പിന്നെ പോയില്ലേ, പൂജപ്പുര സെൻട്രയിൽ. കിടന്നേച്ചാണ് ഇവിടെ വന്ന് പുറക്കണം. കേസ് നിങ്ങള്? കേസ് കേട്ടാണ് പരവച്ച് ഇവിടെ പുറക്കണം. അതെങ്ങനെയാണ് ജയിലിൽ പോകാൻ കാര്യം? എന്താ? കള്ളക്കേസ് ഉണ്ടാക്കി ചെലവിന് തന്നില്ലെന്നും പറഞ്ഞു. അപ്പൊ ജയിലിലോട്ട് വിട്ടത് എങ്ങനെയാ? അപ്പൊ പോലീസുകാരുടെ സഹായം ഉണ്ട്, ഓഫീസർമാരുടെ സഹായം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ല, അപ്പൊ കോടതി കൊല്ലാനെ കൊണ്ടുപോയത്. അല്ല, അപ്പൊ അവര് ചോദിച്ചില്ലേ പൈസ കൊടുത്താ ഇറങ്ങിപ്പോരായിരുന്നല്ലോ? പൈസ ഇല്ലാഞ്ഞുകൊണ്ടാണ് പോയത്. 3 പ്രാവശ്യം പോയി. അപ്പൊ ജയിൽവാസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ എങ്ങാപ്പുറായിരുന്നു അന്ന്. ഇപ്പൊ സുഖ കിടക്കണവർക്കൊക്കെ. അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മൂത്രം കുടിച്ച് പോക്കിന്റെ ഭാഗത്തേക്ക് ഇടിച്ച് കൊന്നു. പിന്നെ അവിടെ ചെന്നപ്പോ എലിപ്പുള്ളികളാ പറഞ്ഞു. അല്ല, അവിടെ ഇന്ന് നടക്കുക. അന്നപ്പോ ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? ഭക്ഷണമൊക്കെ സുഖമാണ്, കുഴപ്പമില്ല. ജയിലില് തല്ലുവോ അവിടെ ചെന്ന് കഴിഞ്ഞാ? താൽവാ നമ്മളെ വാട്ടിക്ക് ഊരിക്കിട്ട് കുത്തും. എന്റെ കാരണേ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? നമ്പര് തെറ്റി പറഞ്ഞ ഇടിയാണ്, മൂക്കിനില്ല. നമ്പരും തെറ്റി പറയാൻ പാടില്ല. കറക്റ്റായിട്ട് പറയണോ? അലക്കിപ്പണിയായിരുന്നു. 2 രൂപയാണ്. 3:30 മണി വരെ പണി ചെയ്താൽ മതി. 7:30 ഇറങ്ങിയിരിക്കണം പണിക്ക്. 2 രൂപയായി. 2 രൂപ കിട്ടും. മുട്ടായി മേടിക്കുക. അവിടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടോ ജയിലിന്റെ അകത്ത്? പിന്നെ അവരെല്ലാരും വരും. മന്ത്രിമാരൊക്കെ വരുമ്പോ ഞങ്ങള് കൊട്ടിയും പാടി എതിരേക്കാണ് അവരെ. ആണല്ലേ? അത് ശരി. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഭാര്യയായിട്ടുള്ള ജീവിതമായിരുന്നു അടിപൊളി, ജയിൽവാസമായിരുന്നു അടിപൊളി? അല്ല, ഭാര്യയായിട്ടുള്ള ജീവിതം നല്ലത്. അതും ഭാര്യ രോഗിയായിപ്പോയി. പിള്ളേർക്ക് അന്നിരിക്കാൻ ഞാൻ അവർക്ക് വല്ല വരുമാനമുണ്ട്. വേറെ ഭാര്യ തൊഴിലാളിയായിരുന്നു അവള്. കറക്റ്റ് പറഞ്ഞു. സമയത്ത് ആഹാരം ഉണ്ടെങ്കിൽ കാശുണ്ട് അല്ലേ? ജയിലിലാണെ അത് കിട്ടും. ജയിലൊരു കുഴപ്പമില്ല. ഒരാൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും. 2 മാസം ഞാൻ ജയിലിൽ കിടന്നു. ആണല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി. 2 മാസം ശിക്ഷ? 2 മാസമല്ലേ, 2 മാസം മേലാരെ ഞാൻ ആ ജയിലിൽ കിടന്നിട്ട് ഡോക്ടറുടെ സംരക്ഷണം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇവിടെ വന്നിട്ട് മേലാതെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്കാണ് താമസം? പെര ഉണ്ടാക്കി കഴിഞ്ഞിട്ടും പെര അത് അറിയാവുന്നതല്ല. എന്തുകൊണ്ട് സർക്കാർ തന്ന പെര ഇപ്പൊ. പക്ഷെ കറണ്ട് എടുത്തിട്ടില്ലല്ലോ? കറണ്ട് എടുക്കാൻ കാശില്ല. അത് ശരി. മാസാമാസം കാശ് ഇറങ്ങിയിട്ടുണ്ട്. മാസാമാസം കാശ് വേണ്ടേ? അത് അടക്കാൻ കഴിയാത്തോണ്ട് കറണ്ട് എടുത്തിട്ടില്ല. ഇല്ല. അകലിക്ക് കിട്ടുന്നത് വല്ല 1500 രൂപയാണ് കിട്ടണത് പെൻഷൻ. അതുകൊണ്ടാണ് ഇപ്പൊ കഴിക്കണത്. അല്ലെ ഞാൻ 2ാം പോകണ്ടേ പാത്രത്തിൽ കൊണ്ട്. അതിന് കഴിയല. എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാനാണ് ചെണ്ടിങ് ജീവിച്ചതാ ഇവിടെ. മടലപ്പുറമായിട്ട് ചെണ്ടി ജീവിച്ചതാണ്. ഇന്നും പണിയെടുക്കുവാൻ. ഇനി എന്താണ് മനസ്സിലുള്ള ഒരു ആഗ്രഹം?
ഇനി സിനിമയിൽ വല്ല പ്രോഗ്രാം കിട്ടിയാണെങ്കിൽ അടി സക്ക. ചക്കയുടെ കുരുവ അപ്പൊ ഇത് ഈ വീഡിയോ കണ്ടിട്ടേ ഏതെങ്കിലും ഡയറക്ടർമാര് വിളിക്കുവാന്ന് നോക്കാം നമുക്ക്. നേരെ സിനിമയിൽ അഭിനയിച്ചാൽ നല്ല കാശും കിട്ടും, സുഖ ജീവിതം. പിന്നെ അവരെ ചിരിപ്പിക്കുക, ആഘോഷിക്കുക, ഒരു സന്തോഷമായിട്ട് ജീവിതത്തിൽ അടിപൊളിയായിട്ട് നമ്മൾ ആരും ഒന്നും നടന്നിട്ടില്ല. ഇല്ല 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 ഇല്ല. അപ്പൊ ഇനിയൊന്നും നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ടെങ്കിൽ റോഡ് നീണ്ട ഡാൻസും കളിച്ച് നടന്നതല്ല. ഇനിയിപ്പോ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ആഗ്രഹമുണ്ട് അല്ലേ? ഏതെങ്കിലും സംവിധായകര് കണ്ടാ വിളിക്കട്ടെ. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. ആ പുള്ളിയുടെ സംസാരങ്ങൾ കേട്ടിട്ട് ഏതെങ്കിലും സംവിധായകൻ ആ പുള്ളിക്ക് ഒരു ചാൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദയവ് ഇത് കൊടുക്കുക. ഹെവി 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 മനുഷ്യനാണ്.